ഹലോ. സോ നമ്മളിപ്പം കുന്ദ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ നിന്ന് നേരെ യാന കേവ്സ്, മിർജാൻ ഫോർട്ട്, പിന്നെ വിഭൂതി വാട്ടർഫാൾസ് ഇങ്ങോട്ട് പോകാൻ പ്ലാനാണ്. ആദ്യം പോയിട്ട് റെൻ്റ് ബൈക്ക് ഇവിടെ ബസ് സ്റ്റാൻഡിലുണ്ടെന്നാണ് പറഞ്ഞത്, പോയി തപ്പട്ടെ. പിന്നെ ഇതുണ്ട, ഇതിൻ്റെ ഫ്ലൈ ഓവർ ചെയ്ത് വെച്ചിരിക്കുന്നത് സീന കാണുന്നുണ്ടോ? വഴി കെട്ടിടങ്ങൾ, സ്ഥിരം കൂട്ടുകാരൻ. ഈ പശുവിന് നാണം വന്ന് മാറിയേട്ടാ. ഇങ്ങോട്ടേക്ക് കഴിവേറ മോനെ, നോക്കടാ ഇവിടെ. നിന്നെ എടുത്തിട്ടേ ഞാനിന്ന് പോവും. ദേ അത് നാണം കൊണ്ട് മറയുന്നു. നിങ്ങളത് കാണുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും പറയല്ല. പിന്നെ കുറേ നടക്കുന്നുണ്ട്, അപ്പോൾ അത് പറയാമെന്ന് വിചാരിച്ചു. എന്തൊരു ഹൈവേഡ് ഇത്. ഇനി 10 കിലോമീറ്റർ സ്ട്രൈറ്റ്. എന്റെ മോനെ തീ. ഡോണ്ട് ട്രസ്റ്റ് ഗൂഗിൾ, ട്രസ്റ്റ് മീ. യാന കേവ്സിലോട്ട് വഴിയാണ്. മാപ്പ് പണി തരുമെന്നാ ചേട്ടൻ പറയണേ. പോവാം. കൊള്ളാം കേട്ടാ. കടുവ, മാൻ, പുളി, എല്ലാ വന്യജീവികളും ഉണ്ട്. സോ എടാ, എന്താടാ എൻ്റെ പേര്? തമ്പിയാ? നമ്മൾ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്താ? കുംത. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് യാന കേവ്സ്. സോ യാന കേവ്സിൽ പോകണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വേറെ ഒന്നുമില്ല, കാരണം ഇത് കാടിനകത്ത് 30 കിലോമീറ്റർ ഇപ്പുറത്ത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആദ്യം പോയിട്ട് ഒരു ലൈം അടിച്ചു, സോഡ ലൈമും. പിന്നെ ജിം ജാമിൽ നിന്നിട്ട് അവിടുത്തെ ബേക്കറി ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ അളിയൻ പറഞ്ഞു പുള്ളി തന്നെ ഒരു നമ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഒരു സെക്കൻഡ് ഗൈസ്, ഈസ് ദിസ് കുടുംബാണേ. അമ്മേ, എൻ്റെ അടുത്ത് നിൽക്കടാ ദൈവമേ. എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഓടി. അളിയൻ നോക്കുന്ന വീഡിയോ എടുക്കണേ. അടുത്ത് കഴ പിടിച്ചോ, എന്താ പോകണം ഫോട്ടോ എടുക്കാൻ. ഉടുമ്പ് പിടിച്ചാൽ എന്നാൽ അളിയനും കൂടെ അവിടെ ഇരിക്കും, നമ്മൾ പോവും. അങ്ങനെ അവിടെ ഒരു ഇതിനെ കണ്ട്. എൻ്റെ പേരെന്താ? ഉടുമ്പ്. ഒരു ഉടുമ്പിനെ കണ്ട്. ഉടുമ്പിനെയും കണ്ടിട്ട് ഭയങ്കര അതങ്ങനെ ചാടി കയറിയ സീന. അപ്പം അവിടെ ഇറങ്ങിയിട്ട് അളിയൻ തന്നെ ഒരു ഓട്ടോ പിടിച്ചു തന്നു. ഓട്ടോ അല്ലല്ല, റെൻ്റ് ബൈക്ക്. അളിയൻ തന്നെ നമ്പർ വിളിച്ചിട്ട് ഹിന്ദിയായിട്ട് സംസാരിക്കണം അവിടെ എല്ലാവരും. നമ്മളെ കണ്ട് ഹിന്ദിക്കാരായിട്ട് തോന്നും, പക്ഷെ മലയാളിയാണെന്ന് എന്നിട്ട് അളിയൻ സെറ്റ് തന്നു. ഫോൺ വിളിച്ചു, അളിയൻ വന്നു. 500 രൂപയാണെന്ന് പറഞ്ഞു. ഓക്കെ, കീ തന്നു. പൈസ ഇപ്പം തരണോ? വൈകിട്ടരണോ? വൈകിട്ട് തരാം. ഓക്കെ, വേറൊന്നും പറയില്ല. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫോട്ടോ മേടിച്ച് അളിയൻ വണ്ടി അങ്ങ് പോയി. ഫുൾ നല്ല സെറ്റ് വണ്ടി, BS6 ആക്റ്റീവ. മിന്നിച്ചല്ലേ, മൈലേജ് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. ഈ സർവീസൊന്നും ചെയ്യാത്തതുകൊണ്ടാണോ? യാന കേവ്സ് ഇവിടെ വന്നു. ബാഗ് അവിടെ വെച്ചു. എത്ര രൂപ? 10 രൂപ ബാഗിന്. 20 രൂപ നമുക്കും 10 രൂപ ബാഗിന്. അവിടെ വന്നിട്ട് ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട്, വണ്ടിക്കും 10 രൂപ. ആക്റ്റീവ് അല്ലേ, അങ്ങനെ 30 രൂപയേ ഉള്ളൂ. ബാഗ് താഴെ വെച്ച് ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് യാന കേവ്സിൽ പോയി. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ, പക്ഷെ എല്ലാം ഇവിടെ ഉള്ളവരാ. പുറത്തുള്ള ഒറ്റ ഒരാളില്ല, എല്ലാം നാട്ടും പുറത്തുള്ളവരാ. മക്കളെ ഇത് കണ്ടോ? ഇത് കയറിയ ചേട്ടൻ വന്നേ. ഇതേ ഒരു കുരുപ്പ് നോക്കണം. നോക്കടാ, അനുസരണയില്ലാത്ത. നോക്കണം. ഈ 18-ാം പടി കയറി നോക്ക് വീഴണം. ഇത് കണ്ടാ? ഇത് കാണാൻ വേണ്ടിയിട്ടാ നമ്മൾ വന്നേ. അയ്യോ, എന്നിട്ട് ഇങ്ങനെ കിതക്കണേ. നമ്മൾ പെട്ടെന്ന് മുകളിലെത്തും കേട്ടാ. കണ്ണാടിയൊക്കെ വെച്ചതാ മോനെ. അയ്യ, ഒന്ന് കണ്ണാടി വെച്ചൊന്നും കണ്ടുകൂടാ. ഒരു സുഖം കിട്ടല്ല. എന്തെന്നാ കിതച്ചോണ്ടല്ല. നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. അയ്യോ, അയ്യമ്മ, എൻ്റെ ചെറുക്കൻ അവിടെ കയറിയിരുന്നു. എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നോക്കടാ, ആൾ ഇതിൻ്റെ അകത്തോട്ട് കയറാം കേട്ടോ.
വന്നാണ്ടാ എക്സ്പ്ലോർ. ശരിയാ നീ പറഞ്ഞത്. നോക്കിയപ്പോ വേണ്ടാത്ത കാഴ്ചകളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഇത് കണ്ടിട്ട്. കുഴിയാടാ അതിനകത്ത്. അമ്പലമാണെന്ന് തോന്നുന്നു. ഒന്നും കണ്ടുകൂടല്ലോ. Follow my instruction and my direction. Okay, come on. നമുക്ക് താങ്ങിയതാ. Come on. Oh. നന്നായിട്ടുണ്ട്. ഇളവി വീഴുമ്പോൾ നന്നായി. വീഡിയോ പിടിച്ചിരിക്കണം. ആ കൊള്ളാല്ലേ? കൊള്ളാം. Come on, ഇതിലേ പോ. നീ എന്തിരിക്കാൻ വന്നു? ഇതിലേക്ക് വഴിയുണ്ടോ? Come on, ഇനി അടുത്ത സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സൂക്ഷിച്ചു വന്നേ. എവിടെ ഷൂ വന്ന് വിളിച്ചിരുന്നേ? കുറേ ഇടമായി. എന്നെ ഫോക്കസ് ചെയ്തേ. വല്ലതും കാണുമോടാ? എന്തേലും കാണുമോ നോക്കാം. എനിക്ക് പേടിയാണറിയാ. സൗണ്ട് കേൾക്കുന്നു. വേണ്ട, ആൾക്കാർ പോകുന്ന വഴിയാ. പോവല്ലേ? പാറ ഇടിഞ്ഞ് വീണ് 2 യുവാക്കൾക്ക് ധാരണാന്തി. കുട്ടേട്ടാ ശിവ ഇതിൻ്റെ അകത്ത് എങ്ങനെ എന്തൊക്കെയോ ഇരുന്ന നോക്കിയൊക്കെ നടക്കട്ടെ. റെഡി റെഡി. അങ്ങനെ നമ്മളെ പുറത്തെത്തിയിരിക്കുകയാണ് ഗായ്സ്. കാണുമ്പോലെയൊന്നുമല്ല, ഇതിനകത്ത് ഇറങ്ങാനേ പേടിയാവും അല്ലേ? എന്തോ പറയുന്നു. പേടിയാണ്. ഉടുമ്പിനെ നേരത്തെ കണ്ടില്ലേ? എന്തെങ്കിലും കാണൂട്ടോ അവിടെ. ആ സാധനം നിന്റെ ദേഹത്ത് എങ്ങനെ കയറി എന്തെങ്കിലും അത് ഒട്ടിയിരിക്കുന്നോ? അത് പിടിച്ചിരിക്കണൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല. ഇറങ്ങട്ടു ഇരിക്കണ്ട. സോ കാണുമ്പോൾ നല്ല മോനെ ചത്തുപോകും ഇവിടേക്ക് വന്ന ഇല്ലേ ചേട്ടാ? ആ ശിവ വിളിച്ചിരുന്ന സ്ഥലമാണെന്നാ കണ്ടിട്ട് തോന്നുന്നു. ഇതാണ് എന്തായിട്ട് ഭയങ്കര പാടാ നടക്കാൻ. ഞാൻ വെച്ചാൽ ആ വഴി തിരിച്ച് നമുക്ക് കയറി പോകാൻ പറ്റും. പക്ഷേ കയറി പോകാൻ പറ്റൂലേ? നിങ്ങൾക്ക് ചുണ്ണാമ്പ് ഇങ്ങനെ ഇതാണ്ടോ? ഇതാണ് കറക്റ്റ് ചുണ്ണാമ്പ്. ഇങ്ങനെ ഇരിക്കും. അമ്മേ ചുണ്ണാമ്പ് അല്ല, ചുണ്ണാമ്പ് കല്ല്. ഈ ചുണ്ണാമ്പ് വെച്ചിട്ടാണോ തിന്നണേ? ഏടാ ഈ ചുണ്ണാമ്പാണോ തിന്നെടുക്കണ ചുണ്ണാമ്പ്? ആർക്കറിയാം? ശരിയാ. കുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ടോ? ബാക്കിൽ വലിയ ആളൊന്നും കേട്ടോ, പക്ഷേ ഫ്രണ്ടിൽ നല്ല ആളാ. മുമ്പി ആരോ വന്നു. ഓടിക്കോ, അവനെ വീഡിയോയിൽ കാണിക്കാനാ. ഓടിക്കോടാ. ശബരിമലയ്ക്ക് പോയിട്ട് ആൾക്കാർ വരുന്ന പോലെ ഉണ്ട്. ശരിക്കും നമ്മൾ ഇതാ ഈ വഴിയെ കയറി. അവിടെ ഒരു പാറ ഉണ്ടോ? അയ്യോ, ഇതാ ഇതിലേ കയറി. പക്ഷേ ഇതിലെ പുറത്തിറങ്ങാൻ വഴിയില്ല. ആ വഴി നേരെ അപ്പുറത്ത് എവിടെ പോണേ? നേരത്തെ കണ്ട ചെറിയൊരു ഗുഹ കാണാൻ പോണേ ഉള്ളൂ. ഈശ്വര, ഇതോ അവിടെയാണ് നമ്മൾ ആദ്യം പോയത്. അപ്പോൾ എനിക്ക് കൊണ്ട് ഇവിടെ ആയിരിക്കും ഒളിച്ചിരുന്നത് കേട്ടോ. പക്ഷെ അവിടെ ആയിരിക്കും ആദ്യം വന്ന് ഒളിക്കാൻ നോക്കിയപ്പോഴേ പുള്ളിക്ക് സ്പേസ് കിട്ടി കാണത്തില്ല. സ്പേസ് അല്ല, പിടിക്കുന്ന ഉറപ്പായോണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നേ. ഓ, വളർന്ന് പന്തലിച്ച് നിൽക്കുക. അമ്പോ
ഇവിടെയാണ് ശരിക്കും ഒരു പ്രത്യേക തരം സ്മെല്ല് കേട്ടോ ഇവിടെ അല്ലേ. അമ്പലത്തിൻ്റെ അകത്തൂടെ വരാൻ പറ്റും, അവിടെയും കൊടുക്കണം 10 രൂപ. യു പി ഒന്നും കൊണ്ട് വരില്ലേ, വൈഫൈക്ക് പോകുമ്പോൾ വേറെ പൈസ മേടിക്കും അല്ലേ. പച്ച പിരിച്ച പരുന്നതായിരുന്നു. ശബ്ദം ഉണ്ടാക്കരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരുപാടത് മറ്റേ ഇതുപോലെ ഇല്ലേ നമ്മളെ മറ്റേ മഞ്ഞുമൽ ബോയ്സിൽ അതിൻ്റെ ഒരു ഫീലുണ്ട്. നേരെ കൂടെ കൂടിയ ഓ ഈ വഴി പോയിട്ട് മറ്റേ താഴെ കൂടെ വരും കേട്ടോ. അവിടെ മണ്ഡപം കിട്ടിയിട്ടുണ്ടോ ക്യാമറ. ആ കല്ല് തലയിൽ കൂടെ എങ്ങനെ ഇരിക്കും, അതല്ലേ ഞാനും പറഞ്ഞേ. ഇവിടെ എല്ലാ അളിയന്മാരും ക്യാമറയ്ക്ക് ഇങ്ങനെ പോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് വന്നിരിക്കുക. സോ ഞാൻ ആ കേസ് കണ്ടു. അതിൻ്റെ അടുത്തായിരുന്നു വിഭൂതി ഫോൾസ്. നമുക്കറിയത്തില്ലായിരുന്നു. നമ്മളൊരു മലയാളി ചേട്ടനോട് ചോദിച്ചു, പുള്ളിക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. വേറൊരു ഹിന്ദിക്കാരൻ പറഞ്ഞു, ആ കഴിവേറിയാണ് പറഞ്ഞ് അവിടെ ഒന്നുമില്ല, വെറും ഗുഹയാണെന്ന്. അവിടെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങ് വന്ന് അപ്പോഴാണ് റേഞ്ച് വന്നിട്ട് നോക്കിയപ്പോഴാണ് തൊട്ടടുത്ത് നമ്മളാ പോകാൻ പോയ വഴിയായിരുന്നു വിഭൂതി ഫോൾസ്. വെള്ളച്ചാട്ടം, നൈസൊരു വെള്ളച്ചാട്ടമാണ്. അപ്പം അത് പണി കിട്ടി. എന്നിട്ട് അവിടെ എണ്ണ അടിച്ച് ആക്റ്റീവയിലാണ് വന്നത്. ആക്റ്റീവിലാണെങ്കിൽ എണ്ണയില്ലൊരു പുല്ലുമില്ല, മൈലേജും ഇല്ല. എന്നിട്ട് അത് കഴിഞ്ഞതാ അടുത്ത നമ്മളെ മിർജാൻ ഫോർട്ട് അല്ലെങ്കിൽ കറക്റ്റ് സമയത്തിന് വരുന്നത്. അപ്പോൾ നമ്മളടുത്ത ഫോർട്ടിലോട്ട് വന്നു, മിർജാൻ ഫോർട്ട്. കാണിച്ചു തരാം. ഇവിടെയാണ് പോകാൻ പോണേ. കാണുന്നുണ്ടോ? അതിനടുത്ത് നമുക്ക് വെള്ളം കുടിക്കാം.